നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ദുരഭിമാന കൊല. കന്യാകുമാരിയിൽ നിന്ന് ദളിത് യുവാവായിട്ടുള്ള ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അവിടെ ഒരു ദുരഭിമാന കൊലയ്ക്കുള്ള എല്ലാ സാധ്യതകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ യുവാവിൻ്റെ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നത് ഈ പെൺ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നാണ്. വളരെ കാലമായിട്ട് സൗഹൃദത്തിലായിരുന്ന ഇരുവരെയും പ്രണയത്തിലാണ്, വിവാഹം കഴിച്ചു നൽകണമെന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുവരും മാതാപിതാക്കളെ സമീപിച്ചിരുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണ് പെൺകുട്ടി എന്നതിനാൽ തന്നെ ആ വിവാഹത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോഴിതാ കന്യാകുമാരിയിൽ വെച്ച് ഈ പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ ദളിത് യുവാവിൻ്റെ മൃതദേഹം കണ്ടെടുത്തിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. കോയമ്പത്തൂരിലെ IT കമ്പനിയിൽ ജോലി ചെയ്തു വരുന്ന 22 വയസ്സുകാരനായിട്ടുള്ള ധനുഷ് എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കൊലപാതകമാണോ എന്ന കാര്യം നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. കുലശേഖരത്തെ വീടിന്റെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിലാണ് യുവാവിന്റെ മൃതദേഹം നിലവിൽ കണ്ടെടുത്തിരിക്കുന്നത്. കൂടുതൽ നടപടികൾ ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം വ്യക്തമാക്കുന്നതായിരിക്കും. നിലവിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇരുവരുടെയും പ്രണയബന്ധം പെൺകുട്ടികളുടെ വീട്ടുകാർ എതിർത്തിരുന്നു എന്നാണ് സംഭവത്തിൽ നാട്ടുകാരൊക്കെ പ്രതികരിക്കുന്നത്. DMK പ്രാദേശിക നേതാവാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്നതും ഈ ജനങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ വിവാഹം ഈ അടുത്ത കാലത്താണ് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ വിവാഹം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ധനുഷ് ഈ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന യുവാവിൻ്റെ വീട്ടുകാരോട് കാര്യം പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതേ തുടർന്ന് പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിയതായിട്ടും നാട്ടുകാരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് പെൺകുട്ടിയെ വീടിന് പുറത്തിറങ്ങാൻ ഇവർ അനുവദിക്കാതിരുന്നത് എന്നൊക്കെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പെൺകുട്ടി വീട്ടു തടങ്കലിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിലാണ് ഈ യുവാവ് ആ വീട്ടിലേക്ക് എത്തുന്നതും പിന്നീട് ആ യുവാവിൻ്റെ മൃതദേഹം തൂങ്ങി മരിച്ച നിലയിൽ ആ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നതും. പല സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം ഒന്നുകിൽ ഈ പെൺകുട്ടി തന്നെ ആ യുവാവിനെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതായിരിക്കണം, അല്ലെങ്കിൽ അവിടെ വിളിച്ചു വരുത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഈ യുവാവ് നേരിട്ട് അവിടെ എത്തി അവിടെ നിന്ന് പെൺകുട്ടി സംസാരിക്കാതിരുന്നതിനെ അതിനെ തുടർന്നൊക്കെ ഒരു ആത്മഹത്യയിലേക്ക് പോയതായിരിക്കണം. പക്ഷേ നിലവിലത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ സാധ്യതയുള്ളത് ഒരു ദുരഭിമാന കൊല എന്നുള്ളത് തന്നെയാണ്. കാരണം വിവാഹം എന്ന് പറയുമ്പോൾ ആ വീട്ടുകാർക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത ഒരു ബന്ധത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നീട് പെൺകുട്ടിയെ പുറത്തു വിടാൻ പോലും സമ്മതിക്കാത്ത ഒരു കുടുംബം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ യുവാവിൻ്റെ മരണം എന്ന് പറയുന്നത് കൊലപാതകമാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇരുവരും തമ്മിൽ സ്കൂൾ പഠനകാലം മുതൽ തന്നെ പ്രണയത്തിലായിരുന്നു എന്നാണ് സംഭവത്തിന് ശേഷം റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം സുഹൃത്തുക്കളും പ്രതികരിക്കുന്നത്. ദുരഭിമാന കൊലയാണ് ഇത് എന്നാരോപിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ രംഗത്തുണ്ട്. സംഭവത്തിൽ കേസെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപവും കൂടെ ഇതോടെ ചേർത്ത് വരുമ്പോഴാണ് ഈ ഒരു വിഷയത്തിൽ ഇതൊരു ദുരഭിമാന കൊലയാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള തരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ യുവാവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമേ മനസ്സിലാക്കുകയുള്ളൂ എങ്കിൽ പോലും സാഹചര്യ തെളിവുകൾ അത് യഥാർത്ഥത്തിൽ ഒരു കൊലപാതകമാകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലകളുടെ വാർത്തകൾ ദിനം പ്രതി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും സമാന രീതിയിലുള്ള ഒരു ദുരഭിമാന കൊലയുടെ വാർത്ത പുറത്തു വന്നിരുന്നു. അത് UP-യിൽ നിന്നാണ് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. ദുരഭിമാന കൊലയുടെ ഭാഗമായിട്ട് 22-കാരിയെയാണ് അത്തരത്തിൽ കൊലപ്പെടുത്തിയതെന്നാണ് വിവരം. മാതാപിതാക്കൾ തന്നെ 22-കാരിയെ ശ്വാസം മുട്ടിച്ച് ദുരഭിമാനത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തി എന്നായിരുന്നു ആ ഒരു റിപ്പോർട്ട്. UP-യിലെ ബാഗ്പത്തിലാണ് അങ്ങനെയൊരു ദുരഭിമാന കൊല നടന്നത്. 22-കാരിയെ മാതാപിതാക്കൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. ബബിത സഞ്ജീവ് ദമ്പതികളാണ് മകളെ പ്രണയത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ കൊന്നുകളഞ്ഞത്. കൊല്ലപ്പെട്ട ശിവാനി 4 വർഷത്തിലേറെയായിട്ട് അതേ ഗ്രാമത്തിലെ താമസക്കാരനായിരുന്ന അങ്കിത് എന്ന് പറയുന്ന യുവാവുമായിട്ട് പ്രണയത്തിലായിരുന്നു. വീട്ടുകാർ ഈ ബന്ധത്തെ എതിർത്തു എങ്കിലും ശിവാനി ബന്ധത്തിൽ ഉറച്ചു നിന്നതാണ് മാതാപിതാക്കളെ ചൊടിപ്പിച്ചത്. അങ്കിതിനെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ ശിവാനി ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതാണ് മകളുടെ കൊലപാതകത്തിലേക്ക് തങ്ങളെ നഴിച്ചതെന്ന ഈ മാതാപിതാക്കൾ ഇപ്പോൾ പോലീസിനോട് ഏറ്റുപറഞ്ഞതായിട്ടാണ് സൂചന. ചൊവ്വാഴ്ച ശിവാനിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ബബിതയും സജീവും മൃതദേഹം യമുനാ നദിയുടെ തീരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച് മൃതദേഹം ദഹിപ്പിച്ച് ചാരം വിതറിയായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്.
രാത്രി മുഴുവൻ ശിവാനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ അങ്കിതിന് സംശയം തോന്നി. കഴിഞ്ഞ ദിവസം രാവിലെയാണ് അങ്കിത് പോലീസിൽ ഈ വിവരം അറിയിക്കുന്നത്. അങ്ങനെ അങ്കിതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശിവാനിയുടെ അമ്മ ബബിത, അച്ഛൻ സഞ്ജീവ്, മൂത്ത സഹോദരൻ രവി എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് പോലീസ് ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കുന്നത്. തുടർന്ന് ബബിതയെയും സഞ്ജീവിനെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ടാണ് വിവരം. ഇവർ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചതായിട്ടും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ശേഷിക്കുന്ന 2 പ്രതികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനുമുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട്. കേസിന്റെ സാധ്യതകൾ കണക്കിലെടുത്ത് ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്നതിനായി കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയ കൊലപാതക രീതികളൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെ പുറത്തു വരുമ്പോഴാണ് വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. ഇന്നിപ്പോൾ കന്യാകുമാരിയിൽ നിന്നാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ദുരഭിമാനത്തിന്റെ പേരിൽ പെൺസുഹൃത്തിന്റെ ആൺസുഹൃത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ദളിത് യുവാവിനെയാണ് പെൺസുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോയമ്പത്തൂരിലെ IT കമ്പനിയിൽ ജോലി ചെയ്തു വരുന്ന ആളാണ് ഈ മരണപ്പെട്ട ധനുഷ് എന്ന് പറയുന്നത്. കുലശേഖരത്തെ വീട്ടിലെ ടെറസിൽ, പെൺകുട്ടിയുടെ കുലശേഖരത്തെ വീടിന്റെ ടെറസിലാണ് യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ ഉണ്ടായിരുന്നത്. പോലീസ് എന്തായാലും ഈ സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം വ്യക്തമാകാൻ. അതേസമയത്ത് തുടക്കത്തിൽ ഈ ഒരു സംഭവത്തിൽ വലിയൊരു പോലീസ് ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വരുന്നുണ്ട്. പ്രധാനമായിട്ടും DMK പ്രാദേശിക നേതാവിൻ്റെ മകളുടെ ആൺസുഹൃത്തിനെയാണ് ആ നേതാവിൻ്റെ വീട്ടിൽ തന്നെ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്ന് പറയുമ്പോൾ അവിടെ പോലീസിന്റെ നടപടികൾ വൈകി എന്ന് പറയുമ്പോഴൊക്കെയാണ് വലിയൊരു ദുരൂഹത അവിടെ വർദ്ധിക്കുന്നത്. എന്തായാലും അന്വേഷണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവരും. എന്തായാലും ദുരഭിമാന കൊലയാകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് വിലയിരുത്തൽ.